മാനസിക പ്രശ്നം വരാൻ കാരണം ജാതകത്തിൽ ചന്ദ്രൻ്റെ ബലക്കുറവാണോ? ഒരുപാട് പേര് പറയുന്നുണ്ട് ചന്ദ്രൻ്റെ ബലക്കുറവുള്ള സമയത്ത് മാനസിക പ്രശ്നവും പലരും വരുന്നുണ്ടെന്ന്. ശരിയാണോ, സത്യമാണോ? ചന്ദ്രൻ എന്ന് പറയുന്നത് തന്നെ ഈ പറഞ്ഞ കാര്യം ശരിയാണെന്ന് നമുക്ക് സ്ഥാപിക്കാം. കാരണം ചന്ദ്രൻ എന്ന് പറയുന്നത് അമ്മയാണ്, മനസ്സാണ്. അപ്പോൾ കൂടുതലും ചന്ദ്രൻ ബാധിക്കുന്നത് മനസ്സിനെയാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ജാതകം പരിശോധിച്ച് കഴിയുമ്പോൾ ജാതകത്തിൽ ചന്ദ്രന് പക്ഷബലക്കുറവുണ്ടാകും. അമാവാസ്യയിൽ ജനിക്കുന്നവർക്ക് ചന്ദ്രന് ബലം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ബലമില്ലാതെ വരുന്ന ചന്ദ്രന് പക്ഷബലക്കുറവുള്ളൊരു വ്യക്തിക്ക് ഒന്നുകിൽ ഈ ചന്ദ്രദശാകാലത്ത് അല്ലെങ്കിൽ ഓരോ ദശയുടെയും ചന്ദ്രൻ്റെ അപഹാരകാലത്തും ഒക്കെ അയാളുടെ അവസാന കാലം ചന്ദ്രദശയിലാണ് അവസാനിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മനോനിയന്ത്രണം നഷ്ടപ്പെടാം. അപ്പോൾ അങ്ങനെ വരുന്ന വ്യക്തിക്ക് ചന്ദ്രന് ബലമില്ല എന്ന് വന്നു കഴിഞ്ഞാൽ, ചന്ദ്രന് പക്ഷബലക്കുറവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് മാനസിക നിലയിൽ എന്തെങ്കിലുമൊക്കെ താളപ്പിഴകൾ ഉണ്ടാവാം. ഒരു വ്യക്തിയുടെ എൻ്റെ അടുത്തൊരു 10 വർഷം മുമ്പ് ഒരു സ്ത്രീ വന്നു. അപ്പോൾ അവർ പറഞ്ഞു ഹസ്ബൻഡിന് ചെറിയ അൽഷിമേഴ്സും ഓർമ്മക്കുറവുകളൊക്കെ തുടങ്ങി. മാഡം ഒന്ന് നോക്കിയിട്ട് അതിനെന്തെങ്കിലും ഒന്ന് പരിഹാരം ചെയ്യണം, വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് അദ്ദേഹത്തെ കൊണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക, സമയമില്ലാത്ത സമയത്ത് കുളിക്കുക. അപ്പോൾ പ്രായമായ പണ്ട് നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാർക്കൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ ഓർമ്മക്കുറവ് വരാം. അപ്പോൾ അത് ചന്ദ്രൻ്റെ ബലം കൊണ്ട് മാത്രമല്ല, ഒരു പ്രായം കഴിഞ്ഞാൽ അവരുടെ ഓർമ്മ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. പക്ഷേ ഈ ഇദ്ദേഹത്തിനെന്ന് പറഞ്ഞ വയസ്സ് 58 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു ജാതകം കൊണ്ടുവന്നിട്ടുണ്ട്, ജാതകം പരിശോധിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇത്രയും കാലം ഇല്ല, ജാതകം ഇതുവരെ നോക്കേണ്ടി വന്നിട്ടില്ല. അദ്ദേഹത്തിന് അത് വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വീട്ടിൽ റൂമിൽ അടച്ചിട്ടേക്കാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക, സമയമില്ലാത്ത സമയത്ത് കുളിക്കുക, ഭക്ഷണം കഴിക്കുക. ഭാര്യയെ ചില സമയത്ത് തിരിച്ചറിയുന്നില്ല. മക്കളൊക്കെ വഴക്കിട്ട് മാറി താമസിച്ചു. കാരണം അച്ഛനെ കൊണ്ട് അത്രയേറെ ഇവർക്ക് ഡിസ്റ്റർബ്ഡ് ആയി തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചന്ദ്രന് ബലമില്ലാത്തൊരവസ്ഥയാണ്, ദശാകാലം ചന്ദ്രനാണ്, ചന്ദ്രദശാകാലമാണ്. ഞങ്ങൾ കുറേ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി മരുന്ന് കൊടുത്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് പുള്ളിക്ക് വേണ്ട സ്നേഹവും സ്വാതന്ത്ര്യവും കൊടുക്കുക എന്നുള്ളേ ഉള്ളൂ. ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറ്റാനാണ് ഞങ്ങളുടെ തീരുമാനം. വീട്ടിൽ ഇവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നോട് പരിഹാരം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതിന് പരിഹാരം ചോദിച്ചാൽ പ്രത്യേകിച്ച് നമുക്കൊരു പരിഹാരവും അപ്പോൾ പറയാൻ പറ്റില്ല. പിന്നെ ചന്ദ്രൻ ബലക്കുറവുള്ളൊരു വ്യക്തിക്ക് നമുക്ക് ഉപാസിക്കാൻ പറ്റുന്നത് മഹാദേവനെയാണ്. മഹാദേവനാണ് നമുക്ക് അവിടെ ചെയ്യാനുള്ളൂ. തിങ്കളാഴ്ച ദിവസം, തിങ്കളാണ്, ചന്ദ്രനാണ്, മനസ്സിന് ബലമില്ലാതെ വന്നു കഴിഞ്ഞാൽ മഹാദേവന് നമുക്ക് ധാര, കൂവളമാല, ക്ഷീരധാര, അങ്ങനെ മഹാദേവന് എന്ത് വേണമെങ്കിലും ഓം നമഃശിവായ ജപിക്കാം. ഓർമ്മയില്ലാത്ത വ്യക്തിക്ക് ഓം നമഃശിവായ ജപിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു 108 നമഃശിവായ ജപിച്ച് നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണം നമുക്ക് കഴിക്കാം. അപ്പോൾ വയ്യാത്തൊരാളാണെങ്കിൽ ഈ പറയുന്ന മഹാദേവ ക്ഷേത്രത്തിൽ എന്തെങ്കിലും വഴിപാടുകൾ ചെയ്യുക. അദ്ദേഹത്തിന് ഉറങ്ങാനായിട്ടുള്ള കുറച്ച് ഏതെങ്കിലും, ഇപ്പോൾ മൗഢ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാതെ അസംതൃപ്തരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പലരും വിളിക്കുന്ന സമയത്ത് പറയാറുണ്ട് ചെറിയ ജോലിയുണ്ട്, കുടുംബമുണ്ട്, പക്ഷെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാണ്, മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. കടിഞ്ഞാണിട്ടാൽ നിൽക്കാത്തൊരു സാധനമാണല്ലോ മനസ്സ്. കുതിരയ്ക്ക് കടിഞ്ഞാണിടാം, മനസ്സിനെ കടിഞ്ഞാണിടാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യാൻ തോന്നുന്നു, നാട് വിട്ടു പോകാൻ തോന്നുന്നു, ഒന്നിനും ഒരു തൃപ്തിയില്ല. ചന്ദ്രൻ്റെ ബലമില്ലാത്തൊരു വ്യക്തിക്ക് എപ്പോഴും അസംതൃപ്തി ഉണ്ടാവും ലൈഫിൽ. എസ്പെഷ്യലി ഈ ചന്ദ്രദശാകാലം 10 വർഷക്കാലം അയാളുടെ ആ സമയത്ത് അയാളെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. വളരെ അലസനായിരിക്കും. ഭക്ഷണ കാര്യത്തിലോ കണ്ണുകളൊക്കെ കുഴിഞ്ഞ് വളരെ സാവകാശം, നടപ്പിൽ പോലും സാവകാശം ഉണ്ടാവും. കാരണം സൂര്യദശ കഴിഞ്ഞിട്ടാണ് ആദിത്യദശ കഴിഞ്ഞ ചന്ദ്രദശ. ആദിത്യനിൽ ചൂടുകൊണ്ട് കലഹവും വഴക്കും ഒക്കെ ഉണ്ടായിരുന്നൊരു വ്യക്തി ചന്ദ്രദശാകാലം വന്നു കഴിയുമ്പോൾ വളരെ തണുത്ത മട്ടിൽ വളരെ പതുക്കെ ചെയ്യുന്ന പ്രവൃത്തിയിലൊന്നും മുന്നോട്ട് പോകുന്നില്ല. താനും തൻ്റെ കുടുംബാംഗങ്ങളുമായിട്ട് ഒത്തൊരുമിച്ച് എവിടെയെങ്കിലും ചുരുണ്ട് കൂടിയിരിക്കുക, ചെയ്യുന്ന പ്രവൃത്തിയിലൊന്നും തൃപ്തികരമല്ലാത്ത, അയാൾക്ക് തന്നെ ചുറ്റുവട്ടത്ത് എന്തൊക്കെയുണ്ടെങ്കിലും സന്തോഷിക്കാൻ സാധിക്കില്ല. മനസ്സിന് പൊതുവെ ഒരു അസംതൃപ്തി ഫീൽ ചെയ്യുന്നത് ചന്ദ്രൻ്റെ പക്ഷബലക്കുറവ് കൊണ്ടാണ്. അതിന് നമുക്ക് പരിഹാരം എന്ന് പറയുന്നത് ഇതേ ഉള്ളൂ. പിന്നെ ഈ സ്റ്റോൺസ് ഒക്കെ പറയുന്നവർ പറയാറുണ്ട്, വെള്ളം മുത്ത്, വെള്ളി മോതിരത്തിൽ മുത്ത് 2 ക്യാരറ്റിൽ കൂടുതലുള്ള മുത്ത് മോതിരമായിട്ട് കെട്ടി ചന്ദ്രകാലഹോരയിൽ വലത് കൈയിലെ മോതിരവിരൽ പുരുഷനാണെങ്കിൽ, സ്ത്രീ ആണെങ്കിൽ മറ്റേ ഇടത് കൈയിലെ ആ ഒരു സമയത്ത് ചന്ദ്രകാലഹോരയിൽ തന്നെ നമുക്കത് ധരിക്കാം, പൂജാതി വിധികളോടുകൂടി ധരിക്കാം എന്ന് പറയുന്നു. പക്ഷേ മനസ്സ് കൈവിട്ടുപോയ ഒരു വ്യക്തി ഇതൊന്നും ധരിച്ചാലൊന്നും പെട്ടെന്ന് മനസ്സ് തിരിച്ച്, അത് തുടക്കത്തിലേ നമ്മൾ കണ്ടറിഞ്ഞ്, ബലക്കുറവുള്ളവരാണെങ്കിൽ കണ്ടറിഞ്ഞ് അതിന് പരിഹാരം ചെയ്യുക. അമാവാസിയിൽ വ്രതം നോൽക്കാം. അമാവാസി വ്രതം ചന്ദ്രന് ബലക്കുറവുള്ളവർക്ക് ഏറ്റവും പ്രധാനമാണ്. അമാവാസിയിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ആരും, ഒരുവിധമുള്ളവരാരും വ്രതം നോക്കാൻ നിൽക്കാറില്ല. കാരണം എല്ലാവർക്കും ഇപ്പോൾ ഇന്നത്തെ ഭക്ഷണം ഫാസ്റ്റിംഗ് ഫുഡൊക്കെയാണ്. അപ്പം അങ്ങനെ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബലക്കുറവിനെ നമുക്കൊരു പരിധി വരെ പിടിച്ചു നിർത്താൻ പറ്റും. ജീവിതത്തിൽ തൃപ്തിയില്ലാതെ വന്നാൽ പിന്നെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ആ രീതി, കാരണം ചന്ദ്രദശ കഴിഞ്ഞ് വീണ്ടും കുജദശയിലേക്ക് കിടക്കുമ്പോൾ ഈ ഒരു അസ്വസ്ഥതക്കുറവ് വീണ്ടും മനസ്സിനെ ബാധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചന്ദ്രൻ്റെ പക്ഷബലക്കുറവ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ
ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ചിലവർ അതുകൊണ്ട് തന്നെ മനോനിയന്ത്രണം നഷ്ടപ്പെട്ട് മാനസിക രോഗിയാവുന്നുണ്ട്. കാരണം കണ്ടുപിടിക്കാൻ പറ്റാതെ മാനസിക രോഗിയാവുന്നുണ്ട്. അതിനെ അൾഷിമേഴ്സ് എന്നല്ല പറയുക, അവരുടെ ആ ഒരു വല്ലാത്തൊരു പ്രകൃതം, അവരുടെ ആ ഒരു ബിഹേവിയർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇയാൾക്ക് എന്തോ ചന്ദ്രൻ്റെ ഫലമില്ലാത്ത പ്രശ്നങ്ങളാണ്. പിന്നെ പ്രാർത്ഥനകളും വഴിപാടുകളും കൊണ്ട് നമുക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകാം. അതിനെയൊന്നും ശ്രദ്ധിക്കാത്തവർ അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ കൺസൾട്ടേഷന് വരുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ചന്ദ്രദശാകാലം നെക്സ്റ്റ് ചന്ദ്രദശയാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാനുള്ള ഇൻഡിക്കേഷൻ വല്ലതും കൊടുക്കാറുണ്ടോ? കൊടുക്കും, നമ്മൾ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ജാതകമായിട്ട് വരുന്നൊരു വ്യക്തി ഇപ്പോൾ ഈ ഇരിക്കുന്ന ദശാകാലം ആദിത്യദശയാണ്. 2 വർഷം കഴിഞ്ഞാൽ ആദിത്യദശ കഴിഞ്ഞ് ചന്ദ്രദശ തുടങ്ങുകയാണ്. നമ്മൾ തീർച്ചയായിട്ടും പറയും ചന്ദ്രദശ തുടങ്ങുകയാണ്, ചന്ദ്രൻ്റെ ബലക്കുറവുണ്ട്. അപ്പോൾ ഈ ഒരു ദശ കഴിയുന്ന ദശാസന്ധി സമയം തൊട്ട് നിങ്ങൾ കുറച്ച് വഴിപാടുകളൊക്കെ തുടങ്ങിക്കോളൂ. അല്ലെങ്കിൽ ചന്ദ്ര മന്ത്രങ്ങൾ ജപിക്കുക. വിശ്വാസം ഉള്ളവരാണെങ്കിൽ, അന്ധവിശ്വാസി അല്ല എങ്കിൽ ഇത് ചെയ്തോളൂ. അന്ധവിശ്വാസി ജാതകം കൊണ്ടുവരുന്ന വ്യക്തിക്ക് എന്തായാലും ഇതിനെക്കുറിച്ചൊരു വിശ്വാസം ഉണ്ടാകും. ഇന്ന വഴിപാടുകൾ, ക്ഷേത്രത്തിൽ പോകുന്ന ആളാണെങ്കിൽ മഹാദേവന ക്ഷേത്ര ദർശനം തിങ്കളാഴ്ച ദിവസം പറ്റുമെങ്കിൽ ചെയ്യൂ. ഒരു 10 മിനിറ്റ് എങ്കിലും ദിവസത്തിൽ ഒരു പ്രാവശ്യം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, ധ്യാനം ചെയ്യുക. ഈ കലികാലത്തിൽ നമുക്ക് ജപവും ധ്യാനവും പ്രാർത്ഥനയൊക്കെ അതിന് വഴിയുള്ളൂ. അപ്പോൾ അത് ചെയ്യുക. 10 മിനിറ്റെങ്കിലും കണ്ണടച്ച് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക. മനസ്സിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് ജ്ഞാനമാണ്. അതിനേതെങ്കിലും ബുക്കുകളോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം, അതുപോലെ ശിവ സ്തോത്രം, അഷ്ടോത്തരം നമുക്ക് ജപിക്കാം. അഷ്ടോത്തരം ജപിക്കുന്നതുകൊണ്ടൊക്കെ നമുക്ക് ചിലപ്പോൾ നല്ല, പക്ഷേ ഈ ഓർമ്മ അയാൾക്ക് വേണ്ടി മറ്റൊരു വ്യക്തി ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ ആ ഒരു ചന്ദ്രദിശാകാലത്ത് വരും. അപ്പോൾ അത് ചിലപ്പോൾ വിവാഹം നടക്കാതിരിക്കാം ആ സമയത്ത്. ചന്ദ്രന് പക്ഷബലക്കുറവുള്ള വ്യക്തിയുടെ 7ാം ഭാവത്തിൽ ചന്ദ്രനാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് വിവാഹയോഗം അവിടെ നടക്കില്ല. ചിലവരുടെ 7ാം ഭാവത്തിൽ ചന്ദ്രനായിരിക്കാം. ചന്ദ്രൻ 7ാം ഭാവത്തിൽ വന്നാൽ തീർച്ചയായിട്ടും അയാൾക്ക് നല്ലൊരു ജീവിത പങ്കാളിയും സുന്ദരിയും സ്വരൂപിയോ ചന്ദ്രനെ പോലെ തിളങ്ങുന്നൊരു ജീവിത പങ്കാളിയെ കിട്ടണം. പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും വരണം. പക്ഷെ അവിടെ ചന്ദ്രന് ബലക്കുറവുണ്ടാവും, വിവാഹം നടക്കില്ല. 30 വയസ്സ് 35 വയസ്സായിട്ട് വിവാഹത്തിന് തടസ്സം ഉണ്ടാവാം. പല തടസ്സങ്ങളോടൊപ്പം ഈ ചന്ദ്രൻ്റെ 7ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ തടസ്സമായിരിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചന്ദ്രൻ അവിടെ തക്കതായ പരിഹാരങ്ങൾ ചെയ്ത് വിവാഹയോഗം വരുത്തിയാൽ ചിലപ്പോൾ അവിടെ ആ വ്യക്തിക്ക് ആ വിവാഹം അടുത്ത യോഗത്തിലെങ്കിലും നടക്കും. കണ്ടുപിടിച്ചില്ലെങ്കിൽ അത് അങ്ങനെ. അപ്പോൾ ഒരു വ്യക്തിയുടെ ജാതകം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് വ്യക്തമായിട്ട് നമ്മൾ പരിഗണിച്ചാൽ നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും. ഒരു വ്യക്തിയെ നന്മയിലേക്ക് നയിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു ടൂളാണ് ജാതകം എന്ന് പറയുന്നത്. അതിന് നല്ലൊരു ഒരു ദൈവജ്ഞൻ, ഒരു ആസ്ട്രോളജർ ഉണ്ടെങ്കിൽ അയാളെ നല്ലൊരു വഴിയിലൂടെ നമുക്ക് നയിച്ചെടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ ഈ ജാതകം പ്രെഡിക്റ്റ് ചെയ്യുന്നത് തന്നെ ഒരു കൗൺസിലിംഗ് ആണ്. ആ കൗൺസിലിങ്ങിലൂടെ നമുക്ക് എൻ്റെ അടുത്ത് വരുന്നവരൊക്കെ ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഇരിക്കും. കാരണം നമുക്ക് അവരെ എഴുന്നേൽപ്പിച്ച് വിടാൻ തോന്നില്ല. കാരണം അവരുടെ ആ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ അവരെ ഒരു നല്ലൊരു ഇതിലേക്ക് കൊണ്ടുവരണം, അയാൾ നല്ലൊരു മനുഷ്യനായിട്ട് നാളെ കാണണമെന്നൊരു ആഗ്രഹമുള്ളതുകൊണ്ട്. അപ്പോൾ ചിലപ്പോൾ കുറേ സമയം ഇരുന്ന് ഇതിങ്ങനെ. അപ്പോൾ അടുത്ത 10 വർഷത്തെ ചന്ദ്രദശ പറഞ്ഞു കഴിയുമ്പോൾ ചോദിക്കുക, അപ്പോൾ ചന്ദ്രദശ കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് 62 വയസ്സ് കഴിയുമ്പോൾ വീണ്ടും എന്ത് ദശയാണ് തുടങ്ങാൻ? ശരി, കുജദശ തുടങ്ങാം. 6 വർഷം നിങ്ങൾക്ക് കുജനാണ്, കുജൻ കഴിഞ്ഞാൽ രാഹുവാണ്. അപ്പോൾ ഈ ജീവിതത്തിൽ എനിക്ക് നല്ലതൊന്നും ഉണ്ടാവില്ല അല്ലേ? അടുത്ത ചോദ്യം അതായിരിക്കും. അപ്പോൾ നമ്മൾ ഇല്ല, നല്ലതുണ്ടാവും, ഇന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യൂ, ഇന്ന രീതിയിലൊക്കെ മുന്നോട്ട് പോകും, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലത് നടക്കും. വിവാഹത്തിനെ പോലെ ഈ ചന്ദ്രൻ്റെ പക്ഷബലക്കുറവ് തടസ്സമായിട്ട് വരാം. ചന്ദ്രന്റെ ഇമ്പോർട്ടൻസ് വളരെ പവർഫുൾ ആണ് ജാതകത്തിൽ. ചന്ദ്രൻ ഏതൊരു വ്യക്തിക്കും ചന്ദ്രബലം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് കാര്യങ്ങൾ ചെയ്തു പോകാൻ പറ്റുള്ളൂ. സന്തോഷം മാഡം, ഇങ്ങനൊരു വിശദീകരണം, വളരെ പ്രസിദ്ധമായ ഒരു ഇൻഫർമേഷനാണ് ചന്ദ്രൻ്റെ ബലക്കുറവ്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. കുറച്ച് പേര് നമ്മൾ നിരന്തരം കാണുന്ന കുറേ ആൾക്കാരുണ്ട്. ഇന്ന് കാണുമ്പോൾ ഭയങ്കര പവർഫുള്ളായിട്ടിരിക്കുന്നത്, നാളെ നോക്കുമ്പോൾ അവർ ഭയങ്കര എന്താ പറയുക, ഒരു കോൺഫിഡൻസും ഇല്ലാതെ. പലരും പറയും ചന്ദ്രബലക്കുറവാണ്. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. കോൺഫിഡൻസ് നഷ്ടപ്പെടും, നമുക്ക് തീർച്ചയായിട്ടും നഷ്ടപ്പെടും. എക്സാം എഴുതുന്ന ഒരു കുട്ടി, ഒരു വിദ്യാർത്ഥി, അവന് ചന്ദ്രദശാകാലോ ചന്ദ്രൻ്റെ അപഹാരമോ ആണെങ്കിൽ അവന് തീർച്ചയായിട്ടും എഴുതുന്ന എക്സാമിൽ വിജയം ഉണ്ടാവില്ല. കാരണം അവന് കോൺഫിഡൻസ് ഉണ്ടാവില്ല. അവിടെ ഈ എക്സാം എഴുതിയാൽ താൻ ജയിക്കില്ല എന്നുള്ള ഉറപ്പോടെ അവൻ എക്സാം എഴുതുന്നത്. അപ്പോൾ പിന്നെ ഇനി ഏതെങ്കിലും ആസ്ട്രോളജർ അവനോട് പറയുകയാണ് നീ ഈ പരീക്ഷ എഴുതി ജയിക്കില്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി. അപ്പോൾ അത് പറയാതെ നമ്മൾ അതിനപ്പുറത്തേക്ക് അതിനെ കവർ ചെയ്ത് അയാളെ പ്രൊമോട്ട് ചെയ്യാമെന്നത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ശരി മാഡം, സന്തോഷം. ഇങ്ങനൊരു ഡീറ്റെയിൽ ഇൻഫർമേഷൻ കൊടുത്തതിന് ഒരുപാട് നന്ദി. തീർച്ചയായിട്ടും.